സ്കൂളും കോളേജും ഒക്കെ അടച്ചിട്ടിരിക്കുകയല്ലേ, കുട്ടികളെല്ലാം വീട്ടിലുണ്ടാകും. അപ്പോൾ ദിവസവും എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കുറച്ച് പക്കോട ഉണ്ടാക്കിയാലോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നവരായിരിക്കും കൂടുതലും, എന്നാൽ അറിയാത്തവരായിട്ട് ധാരാളം പേരുണ്ട്. അവർക്കായിട്ടുള്ള റെസിപ്പിയാണിത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ഒരു ലൈക്കും കൂടി. ഇതുണ്ടാക്കാനായിട്ട് 1 കപ്പ് കടലമാവാണ് എടുത്തത്. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് അരിപ്പൊടി. ഇത് സാധാരണ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഇതിൽ 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 3 വെളുത്തുള്ളി ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് നന്നായിട്ട് ഞെരടി എടുത്ത് വയ്ക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ മുഴുവനും ആ വെള്ളത്തിലുണ്ടാകും. ആ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ മാവ് കുഴയ്ക്കാം. ഈ പക്കോടയ്ക്ക് നല്ലൊരു മണം കിട്ടും വെളുത്തുള്ളിയുടേത്. ഇനി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കാം. സാധാരണ വെള്ളമൊഴിച്ച് മാവ് കുഴയ്ക്കാം. നമ്മൾ ഈ പക്കോട സേവനാഴിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ തരിതരിപ്പുണ്ടെങ്കിൽ നന്നായിട്ട് വീഴുകയില്ല. അതുകൊണ്ട് ഈ മസാലയും മാവും എല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളമൊഴിച്ച് മാവൊന്ന് കുഴച്ചെടുക്കാം. കടലമാവായതുകൊണ്ട് കുറേശ്ശെ വേണം വെള്ളം ഒഴിക്കാൻ. കടലമാവിൽ കുറച്ച് വെള്ളം മതി. ആദ്യം വെളുത്തുള്ളി കലക്കിയെടുത്ത വെള്ളമൊഴിക്കാം. അത് തീർന്നതിന് ശേഷം കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് മാവ് ഇതുപോലെ ലൂസായിട്ട് കുഴച്ചെടുക്കാം. മാവ് 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായി കിട്ടും. ഈ സമയത്ത് ടേസ്റ്റ് നോക്കാവുന്നതാണ്. ഉപ്പോ മുളകോ കായമോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ സോഡാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. പക്കോട ഉണ്ടാക്കാനുള്ള എണ്ണ ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ട്. ഇനി ഈ സേവനാഴിയിൽ അകത്ത് ഇതുപോലെ കുറച്ച് എണ്ണ പുരട്ടിയാൽ മാവ് കൂടുതൽ ഒട്ടിപ്പിടിക്കുകയില്ല. ഈ ടൈപ്പ് സേവനാഴി അത്ര നല്ലതല്ല. മുമ്പ് എൻ്റെ കയ്യിൽ പിത്തള സേവനാഴിയായിരുന്നു. ഇത് കണ്ടപ്പോൾ ഇത് നല്ലതെന്ന് വിചാരിച്ച് ഇത് വാങ്ങിയതാണ്. പക്ഷേ വാങ്ങിയതുകൊണ്ട് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൽ നമ്മൾ ഇടിയപ്പവും ഇത്തരം പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ പിഴിഞ്ഞെടുക്കാനായിട്ട്. എണ്ണ നല്ല ചൂടായതിന് ശേഷം അല്പം കുറച്ച് വച്ചിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. ഈ പക്കോടയ്ക്ക് ഒട്ടും തന്നെ കട്ടിയില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മൂക്കും. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. ഒരുപാട് കട്ടിയായിട്ടാണ് ഒഴിക്കുന്നതെങ്കിൽ 2 വശവും ബ്രൗൺ നിറമാകും, നടുക്ക് വേകുകയുമില്ല. ഇത് കോരിയെടുക്കാൻ പാകമായോ എന്നറിയുന്നത് എങ്ങനെയാണ്? ഇതിപ്പോൾ നിറയെ ഇങ്ങനെ ബബിൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബബിൾസ് തീരാറാകുമ്പോഴാണ് ഇത് മൂത്ത് വരുന്നത്. ബബിൾസ് എന്ന് പറയുന്നത് അതിൽ അടങ്ങിയിട്ടുള്ള വെള്ളത്തിൻ്റെ അംശം. അത് തീരാറാകുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാവുന്നതാണ്. നല്ല സ്വർണ്ണ നിറമാകുന്ന സമയത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി അല്ലേ ഈ പക്കോട ഉണ്ടാക്കാൻ. മിക്കവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാമെങ്കിലും കടയിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കും. ഇത് ഉണ്ടാക്കാനുള്ള മടി കൊണ്ട്. വളരെ എളുപ്പമല്ലേ ഇതുണ്ടാക്കാൻ. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടാൽ നല്ലൊരു മണം കിട്ടും. അപ്പോൾ ഉടനെ തന്നെ പക്കോട ഉണ്ടാക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.